ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഗോൾഡിൻ്റെയും യൂറോയുടെയും പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ് പറയാൻ പോകുന്നത്. അതായത് ഗോൾഡിലും യൂറോയിലും ഇന്നത്തെ ദിവസം എന്തൊക്കെ മൂവ് ആയിരിക്കും എന്നാണ് പറയാൻ പോകുന്നത്. പിന്നെ ഇന്ന് മാർക്കറ്റിൽ വലിയ വോളിയം നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്ന് ഓൾറെഡി USD ഹോളിഡേ ആണ്. അതായത് USD ബാങ്ക് ഹോളിഡേ ആണ്. അതായത് ന്യൂയോർക്ക്, അതായത് അമേരിക്കയിൽ US ഇന്ന് ഹോളിഡേ ആണ് ബാങ്ക്. ഓക്കെ, എല്ലാ ബാങ്ക് ഹോളിഡേ ആണ്. സോ അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ വോളിയം കുറവാകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ ഇതിൽ ഗോൾഡിൻ്റെയും യൂറോയുടെയും പിന്നെ മറ്റ് ചില പെയറിൻ്റെയും കൂടെ ഒരു ചെറിയ ഐഡിയ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് കുറച്ച് ഇപ്പോൾ AUD JPY NST USD അങ്ങനത്തെ കുറച്ച് പെയറിൻ്റെ ഒരു ഐഡിയാസ് ഷെയർ ചെയ്യാം. ഓക്കെ, സോ വീഡിയോ ഫുള്ളായിട്ട് കാണാൻ നോക്കുക. പിന്നെ നിങ്ങൾ പുതിയ യൂസറാണെങ്കിൽ നമ്മുടെ ചാനൽ വഴി മെയിനായിട്ട് ഫോറക്സ് മാർക്കറ്റും ക്രിപ്റ്റോ മാർക്കറ്റിൻ്റെയും പ്രീ മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ താല്പര്യം ഉണ്ടെങ്കിൽ, നിങ്ങൾ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഡെയിലി വീഡിയോ വരും. ഓക്കെ, സോ ഡെയിലി ഒരു ഡയറക്ഷൻ ഐഡിയ കിട്ടും നിങ്ങൾക്ക് എങ്ങനെ ട്രേഡ് ചെയ്യണമെന്ന്. സോ എൻ്റെ ഒരു നോളേജ് വെച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം നിങ്ങളുടെ നോളേജും സ്ട്രാറ്റജിയും ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും മിസ്റ്റേക്ക് തോന്നുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ഓക്കെ, പിന്നെ മറ്റൊരു കാര്യം, ഒരു ഡിസ്ക്ലെയിമർ പോലെ പറയുന്നതാണ്, നമ്മൾ സെബി രജിസ്റ്റർഡ് അല്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന അതേ കാര്യങ്ങൾ അതേപോലെ ബ്ലൈൻഡായിട്ട് എടുത്തിട്ട് ഒരു ട്രേഡിൽ എൻ്റർ ആകരുത്, ബൈ ആൻഡ് സെല്ല് ചെയ്യരുത്. ഞാൻ പറയുന്ന കാര്യങ്ങൾ ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ കണ്ടൻറ്റ് പോലെ എടുത്തിട്ട് നിങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ടാവും. ആ സ്ട്രാറ്റജി എന്താണോ പറയുന്നത് അത് മാത്രം ഫോളോ ചെയ്ത് ട്രേഡ് എടുക്കുക. അങ്ങനെ ട്രേഡ് എടുക്കുമ്പോഴായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ നോളേജും കൂടുതൽ പ്രോഫിറ്റും കൂടുതൽ എക്സ്പീരിയൻസും കിട്ടുക. ഓക്കെ, സോ അത് ശ്രദ്ധിക്കപ്പെടും. സോ അങ്ങനെ മാത്രം ട്രേഡ് ചെയ്യുക എല്ലാവരും. ഓക്കെ, അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം യൂറോയുടെയും ഗോൾഡിൻ്റെയും ഫ്രൈഡേ, ഓക്കെ, ലാസ്റ്റ് വീഡിയോയുടെ ഫ്രൈഡേ ആണ്. സാറ്റർഡേ സൺഡേ മാർക്കറ്റ് ഓഫാണ്, എല്ലാവർക്കും അറിയാം. ഓക്കെ, സോ അപ്പം ഫ്രൈഡേ വീഡിയോ ഇട്ട വീഡിയോൻ്റെ അപ്ഡേറ്റ് എന്തൊക്കെയാണ് നോക്കാം. നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞ് എന്തൊക്കെ മാർക്കറ്റിൽ സംഭവിച്ചു നോക്കാം. ഓക്കെ, സോ ഇതിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് ഏഷ്യ സെക്ഷനിലായിരുന്നു. കാണാൻ പറ്റും. ഓക്കെ, ഇതായിരുന്നു ഏഷ്യ. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ ചെയ്യുന്ന സമയത്ത് മാർക്കറ്റ് ഈ ഒരു ഏരിയ സംതിങ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത് ബൈ ചെയ്യുന്ന റിസ്ക്കാണ്. കാരണം നിങ്ങൾക്ക് ലോസ് വരാൻ ചാൻസ് ഉണ്ട്, നിങ്ങൾ നോക്കിയിട്ട് ബൈ ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ബൈ ചെയ്യാൻ പാടില്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ബൈ ചെയ്യുന്നതാണ് ഹെവി റിസ്ക്കാണ് ബൈ ചെയ്യുന്നതെന്ന് പറഞ്ഞായിരുന്നു. പിന്നെ സെല്ലൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു, ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഞാൻ അത് 10 ക്ലോസ് ചെയ്യുന്നുണ്ട്. നമുക്ക് ജസ്റ്റ് ഒരു 5 മിനിറ്റ് എടുക്കാം. ഓക്കെ, 5 മിനിറ്റിൽ നമ്മൾ ഒരു 2 ഡിമാൻഡ് ഇവിടെ മാർക്ക് ചെയ്തായിരുന്നു. സോ ഈ 2 ഡിമാൻഡ്, അപ്പോൾ ഈ 2 ഡിമാൻഡിൽ ഏതെങ്കിലും ഒരു ഡിമാൻഡിൽ നിങ്ങൾക്ക് ബൈ കിട്ടുമെന്ന് പറഞ്ഞായിരുന്നു. സോ ബൈ ചെയ്യാമെന്ന് പറഞ്ഞു, ബൈ നോക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, സോ അപ്പം ഇവിടെ ആയിരുന്നു ഈ ഒരു ഡിമാൻഡായിരുന്നു ഏഷ്യ ക്രിയേറ്റ് ചെയ്ത ഡിമാൻഡ്. ഇതൊരു ഏഷ്യ ലോങ് കൂടിയാണ്. ഓക്കെ, മുകളിൽ ഏഷ്യ ഹൈ ഉണ്ട്, ഇതാണ് ഏഷ്യ ഹൈ, ഈ കാണുന്നതാണ് ഏഷ്യ ഹൈ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇതിനുള്ളിലായിരുന്നു മാർക്കറ്റ് ട്രേഡ് ആയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അന്ന് ന്യൂസ് ഉണ്ടെന്ന് പറഞ്ഞു, ന്യൂസ് ഉള്ളതുകൊണ്ട് തന്നെ ട്രേഡ് ചെയ്യാതിരിക്കുന്നതാണ് ബെറ്റർ ആയിട്ടുള്ള കാര്യം എന്നും പറഞ്ഞായിരുന്നു. ഓക്കെ, സോ അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളിതിൽ ഫസ്റ്റിനെ ഷെയർ ചെയ്ത് ഇവിടെ നിങ്ങൾക്ക് 4 ഹവറിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്തു. ഇവിടെ മാർക്കറ്റ് സ്ട്രക്ചർ ഷിഫ്റ്റായി, ഇവിടെ 2 സപ്ലൈ തന്നു മാർക്കറ്റ്, ഒരു സെല്ല് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ സെല്ല് ഇവിടെ വർക്കായിട്ടുണ്ട്. വർക്കായത് എങ്ങനെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ജസ്റ്റ് നിങ്ങൾക്ക് 1 മിനിറ്റിൽ കാണിക്കാം അങ്ങനെ വർക്കായെന്ന്. സോ മാർക്കറ്റ് നമ്മൾ മാർക്ക് ചെയ്ത 3 മിനിറ്റ് സപ്ലൈ ആണ് ഈ കാണുന്നത്. ഫസ്റ്റ് സപ്ലൈ മാർക്കറ്റ് ഓൾറെഡി ബ്രേക്ക് ചെയ്തു, കാണാൻ പറ്റും നിങ്ങൾക്ക്. ഫസ്റ്റ് സപ്ലൈ മാർക്കറ്റ് വന്നു, ഇവിടെ ടാപ്പ് ചെയ്യും. ഈ ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തില്ല, റിയാക്ഷൻ ഒന്നും തന്നില്ല, ഡയറക്റ്റ് ബോഡി ക്ലോസ് ആയിട്ട് ഈ ഒരു സപ്ലൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു, ഫസ്റ്റ് സപ്ലൈ. ഓക്കെ, പക്ഷേ രണ്ടാമത്തെ സപ്ലൈ ആണ് മുകളിൽ പെൻഡിങ് ഉണ്ട്. അപ്പോൾ ആ സപ്ലൈ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് റീസെൻ്റ് ആയിട്ട് ഇവിടെ ഹൈ ബ്രേക്ക് ചെയ്തു, ഇതാണ് റീസെൻറ്റ് ഹൈ. സോ ഇത് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് പിന്നെ ഹൈ ബ്രേക്ക് ആവുന്നതിൽ ഫെയിൽഡായി, താഴേക്ക് പുഷ് ചെയ്തു. റീസെൻറ്റ് ലോ ഈ ഒരു ലോ, ഓക്കെ, ഈ ലോ മാർക്കറ്റോടെ എന്ത് ചെയ്തു, ബോഡി ക്ലോസ് ആയി, ബ്രേക്കായി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത സെല്ലെന്ന് പറയുമ്പോൾ വേറൊരു സപ്ലൈ ഇല്ല. ഇവിടെ കാണാൻ പറ്റും, ഇവിടെ സപ്ലൈ ഇല്ല, ഇവിടെ സപ്ലൈ ഇല്ല, ഇതൊക്കെ മിറ്റിഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ ലാസ്റ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഇത് മാത്രമേ ഉള്ളൂ. കാണാൻ പറ്റും, ഞാനിതൊന്ന് ക്ലോസ് ചെയ്യുന്നുണ്ട്. ഇവിടെ നിന്ന് കാണാൻ പറ്റും ഒരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റ് കാണാൻ പറ്റും. ഓക്കെ, സോ ഈ ഒരു ഏരിയ മാത്രമേ ഇവിടെ സെല്ല് ഉള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒറ്റ ക്യാൻഡിലായിട്ട് എടുക്കാം. ഇപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എടുക്കാം, അതായത് ഈ ഒരു സിംഗിൾ ക്യാൻഡിൽ. ഓക്കെ, ഇങ്ങനെ ഈ ഒരു ക്യാൻഡിൽ എടുത്തിട്ട് ഇങ്ങനെ സെല്ല് നോക്കാം. ഓക്കെ, സോ ഇങ്ങനെ ഉണ്ടായിരുന്നുണ്ട് സെല്ല്. അപ്പോൾ നിങ്ങൾ സെല്ല് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഞാൻ പോയി സെല്ലിട്ടു, ഞാൻ എടുത്തിട്ടില്ല. ഓക്കെ, സെല്ലിട്ടു. ഇവിടെ സെല്ല് വെക്കാം, അല്ലെങ്കിൽ മുകളിലുള്ള ഇതാണ് സേഫ് എസ്എല്ല്. ഇത് കുറച്ച് റിസ്ക് എസ്എല്ലാണ്, അങ്ങനെയും വെക്കാം. അല്ലെങ്കിൽ കുറച്ചുകൂടി താഴോട്ട് ഇറക്കിയിട്ട് വീണ്ടും എസ്എൽ ചെറുതാക്കാം. ഓക്കെ, അത് നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ് അനുസരിച്ചാണ് നിങ്ങൾ എസ്എൽ വെക്കേണ്ടത്. സോ ഈ ട്രേഡ് എടുത്തിട്ട് നമുക്ക് ഏകദേശം 1:5 അടുത്തൊക്കെ 1:6 അടുത്തൊക്കെ ഒരു റിസ്ക് റിവാർഡ് ഈ ഡിമാൻഡ് വരെ കിട്ടുമായിരുന്നു. പക്ഷേ നിങ്ങൾ അധികം ആൾക്കാർ 1:5 ഒന്നും എടുക്കാൻ ചാൻസ് ഇല്ല. 1:3, 2 ക്ലോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ എടുത്താൽ പോലും നിങ്ങൾക്ക് പ്രോഫിറ്റബിൾ ആയിരിക്കും ട്രേഡ്. ഓക്കെ, സോ അത് നല്ലൊരു സെല്ലിങ് എൻട്രി ആയിരുന്നു. ഈ സെല്ല് ഇവിടെ സെല്ലാവുമെന്ന് ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തായിരുന്നു മാർക്കറ്റിൽ. സോ ഫ്രൈഡേ ആയിട്ട് വീഡിയോ കാണാത്ത വീട്ടിൽ കാണുക, അതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് മാർക്കറ്റ് ഇടുന്ന സെല്ലാവുന്നു. പക്ഷേ നമ്മൾ ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്ത്, അതായത് ഞാൻ ടാർഗറ്റ് വെക്കാൻ പറഞ്ഞല്ല, മാർക്കറ്റ് ബേസിക്കലി ലോ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾക്ക് കാണാൻ പറ്റും
ഇപ്പം മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്ത ഇപ്പം നല്ല ലാസ്റ്റ് വീക്ക് ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ലോ മാർക്കറ്റ് എടുക്കുന്നതാണ് പറഞ്ഞിരുന്നത്. ഈ ഡിമാൻഡിലേക്ക് പോകാൻ ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, പക്ഷേ മാർക്കറ്റ് താഴേക്കല്ല പോയി മുകളിലേക്കാണ് പോയി. പക്ഷേ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പ്ലാൻ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. അപ്പം ആ പ്ലാൻ എന്ന് പറയുമ്പം ഒന്നാമത്തെ പ്ലാൻ ഈ ഡിമാൻഡ് അല്ലെങ്കിൽ ഈ ഡിമാൻഡിൽ മാർക്കറ്റ് ബൈ ആയിട്ട് മുകളിലേക്ക് പോകാനാണ് ചാൻസ് എന്ന് പറഞ്ഞു. ഓക്കെ, മുകളിലേക്ക് പോകണമെങ്കിൽ ഈ രണ്ട് ഡിമാൻഡിൽ ഏതെങ്കിലും ഡിമാൻഡിൽ ബൈ ആവണം. അപ്പോൾ ഈ ഡിമാൻഡിൽ ബൈ ആയി അത് ഏഷ്യ ക്രിയേറ്റ് ചെയ്ത ഡിമാൻഡാണ്. പിന്നീട് കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, എപ്പോഴും ഗോൾഡ് ഏഷ്യ ക്രിയേറ്റ് ചെയ്ത ഹൈയും ലോയും എടുക്കില്ല. ഓക്കെ, ഏതെങ്കിലും ഒരു സൈഡ് മാത്രമേ എടുക്കുള്ളൂ. അതേപോലെ തന്നെ മാർക്കറ്റ് ലോ എടുക്കാതെ ഏഷ്യ ക്രിയേറ്റ് ചെയ്ത ഡിമാൻഡ് വർക്കായിട്ട് ഹൈ ആണ് എടുത്തത്. ഓക്കെ, സമയത്ത് ന്യൂസ് വന്നു. അപ്പോൾ ന്യൂസ് വന്ന സമയത്ത് കാണാൻ പറ്റും ഇവിടെ ഓൾറെഡി സ്ട്രക്ചറോട് ഷിഫ്റ്റ് ആയതിനു ശേഷം നിങ്ങൾക്ക് റീസെൻറ്റ് ഡിമാൻഡ് പറയുമ്പോൾ ഒന്നൊരു ഫ്ലിപ്പ് ഡിമാൻഡ് ഇവിടെ ചെയ്തെടുക്കാം. ഈ ഡിമാൻഡാണ് മാർക്കറ്റ് വർക്കായി മുകളിലേക്ക് പോയത്. ഓക്കെ, ഇത് നമുക്ക് ന്യൂസ് ടൈമിൽ കിട്ടിയ ട്രേഡാണ്. സോ ഇവിടെ ഓക്കെ, സോ അങ്ങനെ മാർക്കറ്റ് മുകളിലേക്ക് പോയി. പിന്നെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മറ്റൊരു പ്ലാൻ ഞാൻ ഷെയർ ചെയ്തായിരുന്നു. ഈ ഒരു ഏരിയ ഓക്കെ, ഈ ഒരു പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സപ്ലൈയിൽ മാർക്കറ്റ് സെല്ലാന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ മാർക്കറ്റ് അവിടെ വന്നതിന് ശേഷം നമുക്ക് ഇവിടെ എന്തെങ്കിലും റിയാക്ഷൻ ഉണ്ടോ നോക്കാം. സോ 3 മിനിറ്റ് ചാർട്ടാണ്. മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം സോ ഇത് സംഭവിച്ചത് നമുക്ക് ടൈം നോക്കുമ്പോൾ ന്യൂയോർക്ക് PM-നാണ് ഇത് സംഭവിച്ചത്. ഓക്കെ, ഈ ഒരു സപ്ലൈയിൽ മാർക്കറ്റ് ടാപ്പ് ചെയ്തത് ന്യൂയോർക്ക് ടൈമിനാണ്. ഓക്കെ, സോ അതിനുശേഷം ടാപ്പായി മാർക്കറ്റ്. അതിനുശേഷം നമുക്ക് കാണാൻ പറ്റും ഇവിടെ മാർക്കറ്റ് ടാപ്പായി താഴേക്ക് വന്നു. ഇവിടെ റീസെൻ്റ് ലോ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. സോ ഇതാണല്ലോ അത് ബ്രേക്ക് ചെയ്തു. ഇപ്പോൾ സപ്ലൈ ഉള്ളത് ഇവിടെയാണ്, പക്ഷേ മാർക്കറ്റ് അങ്ങോട്ട് വന്നിട്ടില്ല. ഓക്കെ, ഇതാണ് സപ്ലൈ പോയിൻ്റ് ഓഫ് ഇൻട്രസ്റ്റ്. പക്ഷേ മാർക്കറ്റ് ആ ഏരിയ വരാണ്ട് തന്നെ താഴേക്ക് ഫാളായത് ഈ ഒരു സപ്ലൈ ഇതാണ്. ഓക്കെ, ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്. ഈ സപ്ലൈയിലാണ് മാർക്കറ്റ് ടാപ്പ് ചെയ്ത് താഴേക്ക് പോയത്. ഓക്കെ, സോ താഴേക്ക് പോയി. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്ന ഏരിയ ഇതാണ്. സോ ഇനി മാർക്കറ്റിന് പ്ലാൻ മേ ബി ഒന്നെങ്കിൽ മാർക്കറ്റ് ഈ ഡിമാൻഡ് ഇവിടെ ഡിമാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് സോ ഈ ഡിമാൻഡിൽ നിന്ന് ബൈ ആവണം. ഓക്കെ, ഈ ഡിമാൻഡിൽ വന്നിട്ട് ഇവിടുന്ന് ബൈ ആവണം. അല്ലെങ്കിൽ നേരത്തെ പെൻഡിങ് ഉള്ള ഡിമാൻഡിൽ നിന്ന് മാർക്കറ്റ് ബൈ ആവണം. ഓക്കെ, സോ ഈ രണ്ട് ബൈയിങ് പ്ലാനാണ് ഇപ്പോൾ നിലവിലുള്ളത് മാർക്കറ്റിൽ ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, സോ ഈ രണ്ട് ഡിമാൻഡിൽ ഏതെങ്കിലും ഡിമാൻഡിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ ഇവിടുന്ന് ഡയറക്റ്റ് അല്ല കൺഫർമേഷൻ നോക്കിയിട്ട് ബൈ ചെയ്യാം. ഓക്കെ, സോ പിന്നെ ഉള്ളത് സെല്ല് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സെൽ കൺഫർമേഷൻ നോക്കുകയാണെങ്കിൽ റീസെൻറ്റ് ലോ ആയിട്ട് മാർക്കറ്റ് ഇത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. സോ ഇതൊരു ചേഞ്ച് ഓഫ് കേട്ടർ എടുക്കാം, വല്ല ലിക്വിഡിറ്റി സ്വീപ്പായിട്ട് എടുക്കാം, വേണമെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പോലെ എടുക്കാം. ഇപ്പോൾ സെല്ല് നോക്കുന്ന ഹെവി റിസ്ക് ആണ്. ഒരു സെല്ല് മുകളിലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു സെൽ ഏരിയ ഉണ്ട്, ഒരു സപ്ലൈ ഉണ്ട്. ഓക്കെ, സോ ഇവിടെ മാർക്കറ്റ് വരികയാണെങ്കിൽ ഒരു സെല്ല് നോക്കാം. അതും ഏഷ്യ ഹൈൻ്റെ മുകളിലാണ് വരുന്നത്. അപ്പോൾ ഏഷ്യ ഹൈ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഓൾറെഡി ഇപ്പോൾ ഏഷ്യ ലോ എടുത്തു. അപ്പോൾ ഏഷ്യ ഹൈ മാർക്കറ്റ് എടുക്കാൻ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായും വന്നിട്ട് ഈ ഒരു സപ്ലൈ ടാപ്പായിട്ട് ഇവിടുന്ന് സെല്ലാവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഈ സപ്ലൈയിൽ നിന്ന് മാർക്കറ്റ് ഡയറക്റ്റ് സെല്ലാവാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെ സെല്ലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുമ്പം ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ 2 ഡിമാൻഡ്സ് ഉണ്ട്. ഇപ്പോൾ ഈ ഡിമാൻഡിലാണ് മാർക്കറ്റ് ടാപ്പായിട്ട് മുകളിലേക്ക് പോകുന്നതെങ്കിൽ ഈ സപ്ലൈ ചിലപ്പം ഫീൽ ആവാൻ ചാൻസ് ഉണ്ട്. അത് നോക്കുക നിങ്ങൾ കറക്റ്റായിട്ട്. ഓക്കെ, സോ എന്തായാലും ഒരു സപ്ലൈ നിന്ന് മാർക്കറ്റ് മുകളിൽ പോകണം. നിങ്ങൾക്ക് ഈ സപ്ലൈയിൽ വരികയാണെങ്കിൽ ബൈ നോക്കിയിട്ട് ടാർഗറ്റ് മുകളിൽ ഈ ഡിമാൻഡിൽ നിന്ന് ഈ സപ്ലൈ വരെ ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഇവിടുത്തെ റിയാക്ഷൻ നോക്കിയിട്ട് സെല്ല് കിട്ടുകയാണെങ്കിൽ സെല്ലും കൂടെ അടിക്കുക, സെൽ പൊസിഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ബൈ നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പം തന്നെ ക്ലോസ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്നുകൊണ്ട് ഹോൾഡ് ചെയ്തിട്ട് ഇവിടെ റിയാക്ഷൻ നോക്കി ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് തന്നെ പോയി ഈ ഒരു സെല്ല് ഫെയിൽ ആക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റർ ബ്രേക്ക് ഇവൻ ചെയ്യാം. ഈ ബൈ പിന്നെ റണ്ണിങ് ആയിട്ട് പ്രോഫിറ്റ് ആവും. ഓക്കെ, സോ അപ്പം ഡബിൾ പ്രോഫിറ്റ്, അതായത് കൂടുതൽ പ്രോഫിറ്റ് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരു സെൽ റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ ബൈ ക്ലോസ് ചെയ്തിട്ട് സെൽ പൊസിഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് മാർക്കറ്റ് കുറച്ച് താഴേക്ക് വരുമ്പം എൻട്രി ബ്രേക്ക് ഇവൻ ആക്കുക, സേഫായിട്ട് ട്രേഡ് റൺ ചെയ്യുക. ഓക്കെ, ടാർഗറ്റ് നിങ്ങൾക്ക് താഴെ ഈ ഡിമാൻഡ് വരെയോ അല്ലെങ്കിൽ റീസെൻ്റ് ലോ വരെ വെക്കാം. ഓക്കെ, ഇവിടെ ഒരു ലോ ഉണ്ട് താഴെ, അതുവരെ നമുക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ 4 hour എടുത്താൽ നമുക്ക് 4 hourൽ ഒരു പ്രോപ്പറായിട്ടുള്ളൊരു സപ്ലൈ ഉണ്ട് ഇവിടെ ഫുള്ളായിട്ട് കാണാൻ പറ്റും. ഇതൊരു 4 hour സപ്ലൈ ആണ്. സോ ഇത്ര ഇംബാലൻസ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് ഒന്ന് പുഷ് ചെയ്യേണ്ടതാണ് ഇംബാലൻസ് ഫിൽ ചെയ്യാനെങ്കിലും. സോ അപ്പോൾ അത് പുഷ് ചെയ്യാൻ ചാൻസ് കാണുന്നത് ഈ പറഞ്ഞ 2 ഡിമാൻഡിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഈ 2 ഡിമാൻഡ് നിങ്ങൾ പ്രോപ്പറായിട്ട് വാച്ച് ചെയ്യുക. ഇവിടുന്ന് റിയാക്ഷൻ വരുമ്പോൾ നിങ്ങൾ ബൈ അടിക്കുക. ഓക്കെ, സോ ഇതാണ് ഗോൾഡിൻ്റെ പ്ലാൻ. ബാക്കി അപ്ഡേറ്റ് നാളെ ഞാൻ ഷെയർ ചെയ്യാം. ഇന്നത്തെ മാർക്കറ്റിൻ്റെ മൂവ് നോക്കിയിട്ട് നാളെ ബാക്കി അപ്ഡേറ്റ് ഷെയർ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് യൂറോയുടെ ചാർട്ടാണ്. അപ്പോൾ യൂറോയിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ പക്കയായിട്ട് തന്നെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ലാസ്റ്റ് വീഡിയോ ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് വീഡിയോ പറഞ്ഞത് നിങ്ങൾക്ക് ബൈ നോക്കണമെങ്കിൽ ഒന്നെങ്കിൽ ഈ ഒരു ഡിമാൻഡിൽ നിന്ന് നോക്കാം ബൈ, അതായത് ഇവിടെ ഡിമാൻഡ് ഉണ്ട്, പക്ഷേ ഡിമാൻഡ് വാർക്കാൻ ചാൻസ് കുറവാണ്. പകരം താഴെ ലിക്വിഡിറ്റി മാർക്കറ്റ് സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇതൊരു ലിക്വിഡിറ്റി ഏരിയ ആണ്. ഓക്കെ, സോ ഈ ലിക്വിഡിറ്റി മാർക്കറ്റ് എടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടുന്ന് ബൈ നോക്കാമെന്ന് പറഞ്ഞായിരുന്നു. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ മാർക്കറ്റ് അവിടെ വന്നു. ഞാൻ കാണിക്കാം, നിങ്ങൾക്ക് 1 മിനിറ്റ് കാണിച്ചു തരാം. സോ ഇതാണ് ആ ഒരു ലിക്വിഡിറ്റി ഏരിയ. ഓക്കെ, ഞാൻ പറഞ്ഞ ഒരു ഏരിയ ഇതാണ്. ആ ലിക്വിഡിറ്റി മാർക്കറ്റിലൂടെ ബ്രേക്ക് ചെയ്തിട്ട് റീസെൻ്റ് ആയിട്ടുള്ള ലോ മാർക്കറ്റ് പിന്നെ ഇവിടെ സ്വീപ്പ് ചെയ്തു കാണാൻ പറ്റും. ഇത് മൊത്തം സ്വീപ്പ് ചെയ്തു. ഓക്കെ,
സോ അതിനുശേഷം ഇപ്പോൾ സ്ട്രക്ചർ ഷിഫ്റ്റ് ആണ്. ഇപ്പോൾ സ്ട്രക്ചർ ഷിഫ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ ഇതൊരു പ്രോപ്പർ സപ്ലൈ അല്ല, അതുകൊണ്ട് മുകളിലുള്ള സപ്ലൈ ഷിഫ്റ്റായിട്ട് എടുക്കുന്നുണ്ട് ബെറ്റർ. സോ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിഫ്റ്റായി. പക്ഷേ മാർക്കറ്റ് പ്രോപ്പർ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. ഇവിടെ കാണാൻ പറ്റും പ്രോപ്പർ ലിക്വിഡിറ്റി ഉണ്ട്. സോ ലിക്വിഡിറ്റി ക്രിയേറ്റ് ചെയ്തു. പിന്നെ മാർക്കറ്റ് താഴേക്ക് വരികയാണെങ്കിൽ ലിക്വിഡിറ്റി എടുത്തതിന് ശേഷം ബൈ ആവണം. ഓക്കെ, അപ്പോൾ അതാണ് പ്ലാന്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നെങ്കിൽ 2 ടൈപ്പ് ബൈ നോക്കാം. ഒന്ന് ഈ ഒരു ഡിമാൻഡ് മുകളിലുള്ള സപ്ലൈയെ ഫിബ് ഡ്രോപ്പ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് 50% കിട്ടും. ഈ 50% നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ 50% ഉള്ളിൽ തന്നെ ഒരു ബൈ ഇടാം. ഓക്കെ, അവിടെ തന്നെ ഒരു ബൈ ഇട്ടിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റോപ്പ് ലോസ് ഈ ലോ വരെ വെക്കാം. ടാർഗറ്റ് നിങ്ങൾക്ക് ഞാൻ വെക്കാൻ പറഞ്ഞത് ഈ ഒരു സപ്ലൈ വരെയാണ്. ഈ സപ്ലൈ വരെ ടാർഗറ്റ് വെച്ചാൽ 1:4 അടുത്ത് സുഖമായിട്ട് കിട്ടുമായിരുന്നു. ഓക്കെ, അപ്പോൾ 1:4 4 3.9 ആ റേഞ്ച് വരെ കിട്ടുമായിരുന്നു ഇങ്ങനെ ഒരു ബൈ നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ. ഓക്കെ, പക്ഷേ ഇവിടെ നമുക്ക് സംഭവിച്ചത് എന്താ ഞാൻ കാണിച്ചിടാം. ഇപ്പം നമ്മളിത് നേരെ പോകുന്നു. എന്നിട്ട് നമ്മൾ സ്ട്രക്ചർ എപ്പോഴും ഫോളോ ചെയ്യണം. ഇപ്പോൾ മാർക്കറ്റ് റീസെൻ്റ് ഹൈ ഇവിടെ ബ്രേക്ക് ചെയ്യുന്നു. സോ റീസെൻ്റ് ഹൈ ബ്രേക്ക് ചെയ്തതിന് ശേഷം ആ ഇതിൻ്റെ ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, പക്ഷേ ഇത് മൊത്തത്തിൽ ലിക്വിഡിറ്റിയാണ്. കാണാൻ പറ്റും കംപ്ലീറ്റ് ലിക്വിഡിറ്റിയാണ്. ഒരു ഡിമാൻഡ് പോലും ഇല്ല ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ലിക്വിഡിറ്റി ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് വർക്ക് ചെയ്ത് എവിടെയാണ്, രാവിലെ, അതായത് ലണ്ടനിൽ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു ഡിമാൻഡ്. ഓക്കെ, ഈ ഡിമാൻഡാണ് മാർക്കറ്റ് വർക്ക് ചെയ്ത്. ഈ ഡിമാൻഡിൽ നിങ്ങളിപ്പം ബൈ എടുത്തിരുന്നെങ്കിൽ നിങ്ങൾക്ക് രണ്ടാമത് എൻട്രി കിട്ടുമായിരുന്നു. ഇവിടെ എൻട്രി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെക്കൻഡ് എൻട്രി ഒരു 1:7 അടുത്ത് ഈ ഒരു ഏരിയയിൽ തന്നെ കിട്ടുമായിരുന്നു. 2 എൻട്രി പോസിബിലിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞിരുന്ന എൻട്രി സെല്ലാണ്. സെല്ല് നമ്മൾ പറഞ്ഞത് ഈ സെയിം സപ്ലൈയിലാണ്. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും 5 മിനിറ്റ് സപ്ലൈ എന്ന് തോന്നുന്നു. സോ 5 മിനിറ്റ് സപ്ലൈയിൽ നമ്മൾ എന്ത് ചെയ്തു, സെല്ല് പറഞ്ഞിരുന്നു. സോ അതേപോലെ തന്നെ മാർക്കറ്റ് ഇവിടെ സെല്ലായി. ഓക്കെ, നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ വന്നതിന് ശേഷം ഫസ്റ്റ് ഓഫ് ഓൾ സെല്ലായി, പിന്നെ തിരിച്ചു വന്നു. ഈ ഒരു റീസെൻറ്റ് ഹൈ മാർക്കറ്റ് എടുത്തു. ഇത് ന്യൂസുള്ള ദിവസമായിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ ചാർട്ട് കാണുന്നത്. സോ ഇവിടെ വന്നു. ഇവിടെ നമുക്ക് പിന്നെ മാർക്കറ്റ് സെല്ലായി മീൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ റീസെൻ്റ് ആയിട്ടൊരു പുൾ ബാക്ക് ഉണ്ട്. പുൾ ബാക്ക് മാർക്കറ്റ് എടുത്തു. സോ ഇതൊക്കെ കുറച്ച് റിസ്കി എൻട്രീസ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ട്രൈ ചെയ്തൊക്കെ ആ രീതിക്ക് ചെയ്യാത്തേ ഉള്ളൂ. ഓക്കെ, സോ അതിനുശേഷം മാർക്കറ്റ് കാണാൻ പറ്റും ഈ ഒരു പുൾ ബാക്ക് ഡിമാൻഡ് എന്ന് പറയാം. ഈ ഡിമാൻഡ് മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു. അതിനുശേഷം ഇപ്പോൾ നമുക്കൊരു സിംഗിൾ സപ്ലൈ ഉണ്ട്, പിന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ഉണ്ട്. സോ ഫെയർ വാല്യൂ ഗ്യാപ്പ് നമ്മൾ എടുക്കുകയാണ്, പ്രോപ്പറായിട്ട് മാർക്കറ്റ് അവിടെ ഫില്ല് ചെയ്തിട്ടുണ്ട് ഫെയർ വാല്യൂ ഗ്യാപ്പ്. നിങ്ങൾ OB മാത്രമായിട്ട് എടുക്കുകയാണ്, ചിലപ്പം എൻട്രി ആവാൻ ചാൻസ് ഇല്ല, കാരണം ഫില്ല് ചെയ്തിട്ടില്ല. ഓക്കെ, സോ ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ എൻട്രി എടുത്താൽ നിങ്ങൾക്ക് താഴേക്ക് ടാർഗറ്റ് ഒക്കെ നിങ്ങൾ ചെയ്യേണ്ട ടാർഗറ്റ് ഈ ഒരു ഡിമാൻഡിൻ്റെ താഴെ വരെയാണ്. അത് ഡിമാൻഡ് ലിക്വിഡിറ്റിയാണ്. ഓക്കെ, സോ അതുവരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. 1:4 അടുത്ത് റിസ്ക് റോഡ് കിട്ടും. അവിടെ സെല്ല് നോക്കുകയാണെങ്കിൽ സ്റ്റിൽ ആ ട്രേഡ് റണ്ണിങ് ആയിരിക്കും. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഇന്നലെ ഫ്രൈഡേ പറഞ്ഞ ഏരിയയിൽ 2 ഏരിയയിൽ മാർക്കറ്റ് റിയാക്ട് ചെയ്ത് 3 എൻട്രീസ് നമുക്ക് അവിടെ കിട്ടുമായിരുന്നു നിങ്ങൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ. ഓക്കെ, സോ അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെയായിട്ട് ഏഷ്യയുടെ ഹൈ ഉണ്ട്. സോ ഇതാണ് ഏഷ്യ ഹൈ. ഓക്കെ, സോ ഇവിടെ കാണാൻ ഏഷ്യ ഹൈ ഉണ്ട്. സോ മാർക്കറ്റിൻ്റെ വോളിയം വളരെ വീക്കാണെന്ന് ഞാൻ പറഞ്ഞു. ഒന്ന് US ഹോളിഡേ ആണ്, ബാങ്ക് ഹോളിഡേ ആണ്, അതുകൊണ്ട് തന്നെ വോളിയം കുറവായിരിക്കും. ഓക്കെ, സോ അപ്പോൾ ഇത് താഴെ നമുക്ക് ലോ ഉണ്ട്. സോ ഇതാണ് ഏഷ്യ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന മൂവ് എന്ന് പറയുമ്പോൾ ഒരു ബൈ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നില്ല, പകരം സെല്ലാണ് എക്സ്പെക്ട് ചെയ്യുന്നത്. സെൽ മീൻസ് ഒന്നെങ്കിൽ ഇവിടെ ഒരു ചെറിയൊരു ഡിമാൻഡ് ഉണ്ട്. ഓക്കെ, ഇതൊരു പ്രോപ്പർ ഡിമാൻഡ് അല്ല, സപ്ലൈ ആണ്, പ്രോപ്പർ സപ്ലൈ അല്ല. എന്നാൽ കൂടെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഏഷ്യയിലോ കൊടുത്തതിന് ശേഷം മാർക്കറ്റ് ഇവിടെ വരികയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സെല്ല് നോക്കാം. ഓക്കെ, സെല്ല് നോക്കിയിട്ട് ടാർഗറ്റ് ചെയ്യേണ്ടത് താഴെ. ഓക്കെ, താഴെയുള്ള ഈ ഒരു ഡിമാൻഡ് വരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ലിക്വിഡിറ്റി വരെ ടാർഗറ്റ് ചെയ്യാം. സോ ഈ ലോ വരെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് വെച്ചിട്ട് ഇവിടെ നിന്നൊരു സെല്ല് നോക്കാം, ഇവിടെ വരെ സെല്ല് നോക്കാം. ഓക്കെ, സോ മാർക്കറ്റ് സെല്ലാകാനുള്ള ചാൻസ് കൂടുതൽ കാണുന്നത്, കാരണം ഇപ്പം നിലവിൽ മാർക്കറ്റ് ഈ ഒരു സപ്ലൈയിലാണ് കൺട്രോൾ എടുത്തിട്ടുള്ളത്. ഓക്കെ, സോ സപ്ലൈ കൺട്രോളിലാണുള്ളത്, സെല്ലിലാണ് മാർക്കറ്റ് ഉള്ളത്. പിന്നെ ഒരു പ്രോപ്പർ മൂവ് അല്ല. ഓക്കെ, സോ സൈഡ് വൈസ് ആയിട്ടാണ് മാർക്കറ്റ് മൂവ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ മാർക്കറ്റ് ഇപ്പോൾ ഒരു പ്രോപ്പർ ബൈ വരണമെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഈ ഡിമാൻഡിലേക്ക് വരണം. ഓക്കെ, ഈ ഡിമാൻഡിൽ എപ്പോഴാണ് മാർക്കറ്റ് വരിക, അപ്പോൾ മാത്രമേ പ്രോപ്പറായിട്ട് ബൈ ആവുള്ളൂ. ഓക്കെ, സോ അവരെ വെയിറ്റ് ചെയ്യുക, ഈ ഡിമാൻഡിലേക്ക് മാർക്കറ്റ് വരുന്നത് വെയിറ്റ് ചെയ്യുക. ഓക്കെ, സോ ഈ ഡിമാൻഡ് നമ്മൾ 2 ആഴ്ചയായിട്ട് പറയുന്ന ഡിമാൻഡാണ്, ഇതുവരെ വന്നിട്ടില്ല, മാർക്കറ്റ് വരും എന്തായാലും. ഓക്കെ, സോ വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഈ പറഞ്ഞ സെറ്റപ്പിൽ മാർക്കറ്റ് നിങ്ങൾ സെല്ല് നോക്കുക. ബൈ ഞാൻ നോക്കിയിട്ട് ഒരു ഏരിയ പോലും ബൈ കാണുന്നില്ല, കാരണം ഒരു ബൈ കൺഫർമേഷനും ഇല്ല മാർക്കറ്റിൽ. ഓക്കെ, സോ ബൈ റിസ്ക് ആണ്, ഞാൻ ബൈ നോക്കുന്നില്ല, സെല്ല് കിട്ടണം മാത്രം നോക്കും, ബൈ സ്കിപ്പ് ചെയ്യും. ഓക്കെ, സോ ഇതാണ് ഇന്നത്തെ പ്ലാന്. സോ അതൊക്കെ തന്നെയാണ് പ്ലാനായിട്ട് വരുന്നത്. പിന്നെ ഇതിൽ നമുക്ക് ഡിമാൻഡ് ഉണ്ടോ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ 50 മിനിറ്റിൽ നോക്കിയാൽ നമുക്ക് ഡിമാൻഡായിട്ടൊന്നുമില്ല. ഓക്കെ, കാരണം നമുക്ക് ഡിമാൻഡ് ഇല്ല. സോ എത്ര ടൈം ഫ്രെയിം നോക്കിയാലും ഇപ്പോൾ 3 മിനിറ്റ് ആണെങ്കിലും 5 മിനിറ്റ് ആണെങ്കിലും ഡിമാൻഡ് പ്രോപ്പറായിട്ട് കാണുന്നില്ല, പ്രോപ്പർ ഡിമാൻഡ് ഇല്ല, ഓൺലി സപ്ലൈ. ഓക്കെ, സോ സെല്ല് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. സെല്ല് നോക്കുക, കൺഫേം ചെയ്യുക, സെല്ല് കിട്ടണമെങ്കിൽ സെല്ല് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഇന്ന് വോളിയം കുറവായിരിക്കും ഞാൻ പറഞ്ഞു, അതുകൊണ്ട് വലിയ മൂവ് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അപ്പോൾ എന്നാൽ പോലും ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ നാളെ എക്സ്പ്ലെയിൻ ചെയ്യും എന്തൊക്കെ മാർക്കറ്റിൽ സംഭവിച്ചിരുന്നു. ഓക്കെ, അപ്പോൾ ഇതാണ് ഇന്നത്തെ യൂറോൻ്റെ പ്ലാന്. എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക, ചെക്ക് ചെയ്യുക എല്ലാവരും. ഓക്കെ, നമ്മുടെ AUD JPYൻ്റെ ചെറിയൊരു ഐഡിയ ഷെയർ ചെയ്യാം. സോ AUD JPY ഇപ്പം നിൽക്കുന്നത്
ഇപ്പോൾ ഫോർവേഡ് എടുക്കാം. ഫോർവേഡ് എടുത്താൽ കാണാൻ പറ്റും നിങ്ങൾക്ക് മുകളിലായിട്ട് ഒരു ലിക്വിഡിറ്റി ഹൈ ഉണ്ട്. അപ്പോൾ ഈ ലിക്വിഡിറ്റി ഹൈ ടാർഗറ്റിലാണ് ഇപ്പോൾ മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, സോ മുകളിലായിട്ട് നിങ്ങൾക്ക് ഒരു 4 ഹവറിൻ്റെ സപ്ലൈ കാണാൻ പറ്റും ടോപ്പിലായിട്ട്. സോ ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്. ഓക്കെ, സോ ഈ സപ്ലൈ മാർക്കറ്റ് ടാപ്പ് ചെയ്യാനാണ് മുകളിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ 50 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഇപ്പോൾ നേരെ മുകളിലേക്ക് പോകുന്നുണ്ട്. പോയതിന് ശേഷം ഇപ്പം ഓൾറെഡി മാർക്കറ്റ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ അപ് ട്രെൻഡാണ്. ഓക്കെ, സോ ഹയർ ടൈം ഫ്രെയിമിൽ അപ് ട്രെൻഡാണ്. ഇപ്പോൾ ലോവർ ടൈം ഫ്രെയിമിൽ ചെറിയ മാർക്കറ്റ് ഡമ്പായി വരുന്നുണ്ട്. എന്നാൽ കൂടെ മാർക്കറ്റ് ഇപ്പോൾ 4 ഹവറിൽ നോക്കുമ്പോൾ കാണാൻ പറ്റും ഒരു പ്രോപ്പറുള്ള ഡിമാൻഡാണ് ഇപ്പോൾ മാർക്കറ്റ് കൺട്രോൾ എടുത്ത്. ഓക്കെ, സോ ഈ ഡിമാൻഡിലാണ് ഇപ്പോൾ മാർക്കറ്റ് കൺട്രോൾ എടുത്തിട്ടുള്ളത്. അപ്പം ഈ ഡിമാൻഡ് കൺട്രോളിൽ മാർക്കറ്റ് മുകളിലേക്കാണ് പുഷ് ചെയ്യുന്നത്. സോ അപ്പോൾ മാർക്കറ്റ് മുകളിലേക്ക് പുഷ് ചെയ്താൽ ഒരു റിട്രേസ്മെൻറ്റ് വരും. ഓക്കെ, ഞാൻ കാണിച്ചു തരാം. ഒരു മാർക്കറ്റ് തിരിച്ചിറങ്ങണം വീണ്ടും ബൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ അപ്പോഴാണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാൻ പറ്റും മാർക്കറ്റ് ഇപ്പം ഇവിടെ ഈ റേറ്റ് ഉള്ളത്. ഇവിടെ നേരെ മുകളിലേക്ക് പുഷ് ചെയ്തിട്ട് ഇതൊരു 4 ഹവർ ഹൈ ആണ് ഈ കാണുന്നത്. ഓക്കെ, ഈ 4 ഹവർ ഹൈ ജസ്റ്റ് സ്വീപ്പ് ചെയ്തതിനു ശേഷം ഇവിടെ ഒരു സെൽ സെറ്റപ്പ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് സെല് ചെയ്യാം. സെല്ല് ചെയ്തിട്ട് നിങ്ങൾ ടാർഗറ്റ് എന്ന് പറയുമ്പം ഈ ഒരു ഡിമാൻഡ് വരെ ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, പിന്നെ ഇവിടെ നിങ്ങൾക്ക് ഈ ഡിമാൻഡ് സ്റ്റിൽ ബൈ നോക്കിയിട്ട് സ്റ്റിൽ മുകളിലേക്ക് നിങ്ങൾക്ക് ബൈ നോക്കാം. ഓക്കെ, ഇതാണ് AUD JPYൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. സോ ഇവിടുന്ന് ബൈ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ടാർഗറ്റ് എന്ന് പറയുന്നത് ഈ ഒരു റീസെൻറ്റ് ഹൈൻ്റെ മുകളിലേക്ക് നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, ബൈ കിട്ടുകയാണെങ്കിൽ. ഓക്കെ, സോ ഡയറക്റ്റ് പോയി ബൈ അടിക്കരുത്, കൺഫർമേഷൻ നോക്കി മാത്രം ബൈ അടിക്കുക. ഇതാണ് AUD JPYൻ്റെ പ്ലാന്. സോ ഈ പ്ലാന് ഇത്രേ പറയാനുള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. ജസ്റ്റ് നിങ്ങൾ ഈ ഒരു 4 ഹവർ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്ത് നോക്കുക. ബോഡി ക്ലോസ് ആണെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്യുക. ഒരു വിക്കാണെങ്കിൽ നിങ്ങൾക്ക് സെല്ല് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, ഇനിയിപ്പം ബോഡി ക്ലോസ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഒരു പ്രോപ്പർ സെൽ സെറ്റപ്പ് കിട്ടുന്നുണ്ടോ നോക്കുക, ഒരു പ്രോപ്പർ സ്ട്രക്ചർ ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ടോ നോക്കുക. എന്നിട്ട് സെല്ലടിക്കുക, ടാർഗറ്റ് ഈ ഒരു ഡിമാൻഡ് വരെ വെക്കുക. ഓക്കെ, സോ ഇതാണ് പ്ലാന്. പിന്നെ ഈ ഡിമാൻഡിൽ നിന്ന് ഡയറക്റ്റ് ഷാർപ്പായിട്ട് മുകളിലേക്ക് ബൈ കിട്ടുമെന്ന് നോക്കുക. സോ ബൈ കിട്ടുകയാണെങ്കിൽ ടോപ്പ് കാണുന്ന ഈ ഒരു ഹൈ വരെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്യാം ബൈ. ഓക്കെ, സോ അടുത്തത് നമ്മുടെ USD CHF എന്ന് പറഞ്ഞ പെയറാണ്. അപ്പോൾ ഈ പെയറിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു എൻട്രി ഇവിടെ എടുത്തായിരുന്നു, ഒരു ബൈ. ഓക്കെ, സോ അന്ന് ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ 1:5 എന്തോ ട്രേഡ് ക്ലോസ് ചെയ്തു. അത് 1:10 നമ്മളൊക്കെ പോയായിരുന്നു. ഓക്കെ, സോ അപ്പം ആ ട്രേഡിൻ്റെ ബാക്കിയാണ് പറയുന്നത്. അപ്പോൾ അതിൽ നമ്മുടെ ഡിമാൻഡ് ഇവിടെ മാർക്ക് ചെയ്ത് വെച്ചായിരുന്നു. കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ്, കഴിഞ്ഞാണ് അതിൻ്റെ മുന്നത്തെ വീഡിയോ അറിയില്ല. എന്തായാലും റീസെൻറ്റ് വീഡിയോസിൽ പറഞ്ഞായിരുന്നു ഇവിടെ ഡിമാൻഡിൽ ഇവിടെ ബൈ നോക്കാമെന്ന്. മാർക്കറ്റ് ഈ ഡിമാൻഡിൽ വന്നു, ഇവിടുന്ന് റിയാക്ഷൻ തന്ന് മുകളിലേക്ക് പുഷ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാർക്കറ്റ് ഇപ്പോൾ മുകളാണുള്ളത്. ഓക്കെ, അപ്പം ഞാൻ ഇതിൽ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് മുകളിലൊരു ഹൈ കാണാൻ പറ്റും. ഈ ഹൈ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തതിനു ശേഷം മേ ബി ഇവിടെ ചെറിയൊരു സെല്ല് വരാം. ഓക്കെ, ചെറിയ സെല്ല് വന്നിട്ട് ആ സെല്ല് പിടിക്കാൻ പറ്റുമോ നോക്കുക. ചെറിയ റിസ്ക് റോഡിൽ സെല്ല് ഒരു 1:2, 3 സെല്ല് കിട്ടും. സെല്ല് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ഡിമാൻഡിൻ്റെ ഫസ്റ്റ് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ഈ ഡിമാൻഡിൽ പ്രോപ്പർ ബൈ കിട്ടുന്നുണ്ടെങ്കിൽ ആ സെല്ല് നിങ്ങൾ ക്ലോസ് ചെയ്തിട്ട് നേരെ അവിടുത്തെ ബൈ അടിക്കുക. ബൈ അടിച്ചിട്ട് നേരെ ടാർഗറ്റ് എന്ത് ചെയ്യുക, മുകളിലേക്ക് ടോപ്പിലേക്ക് ഹോൾഡ് ചെയ്യുക. ഓക്കെ, ടോപ്പിലേക്ക് വരുമ്പോൾ നമുക്ക് മുകളിലായിട്ട് എക്സ്ട്രീം സപ്ലൈ കാണാൻ പറ്റും. ഇവിടെ ഒരു സപ്ലൈ ഉണ്ട്. ഓക്കെ, സോ ഇവിടം വരെ നിങ്ങൾക്ക് ഒന്ന് ഹോൾഡ് ചെയ്യാം, ഒന്ന് വരെ ബൈ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഹൈ, ഓക്കെ, ഇവിടെ ഒരു ഹൈ കാണാൻ പറ്റും. ഈ ഒരു ഹൈ വരെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ ഒരു ബൈ ഹോൾഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ രീതിക്ക് നിങ്ങൾ ബൈ നോക്കുക. ഇനിയിപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ സെല്ല് കിട്ടി. ഓക്കെ, ഇവിടെ സെൽ കൺഫർമേഷൻ കിട്ടി. സെൽ കൺഫേം ചെയ്യണം ഫസ്റ്റ്, എന്നിട്ട് മാത്രം സെൽ അടിക്കുക. അല്ലാണ്ട് ബ്ലൈൻഡായിട്ട് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ ചാടി കയറി ബൈ സെൽ അടിക്കരുത്, അത് റൂൾസിന് അഗെയിൻസ്റ്റ് ആണ്. ഓക്കെ, സോ സെല്ല് കിട്ടി, ഈ ഡിമാൻഡിൽ വന്ന് മാർക്കറ്റ് ഈ ഡിമാൻഡിൽ വലിയ റിയാക്ഷൻ ഇല്ല, ഡയറക്റ്റ് ഫെയിൽ ആകുകയാണെങ്കിൽ സ്റ്റിൽ നിങ്ങൾക്ക് ഈ സെല്ല് ഈ ഡിമാൻഡ് വരെ ഹോൾഡ് ചെയ്യാം. ഓക്കെ, താഴെ ഡിമാൻഡ് വരെ ഹോൾഡ് ചെയ്യാം. ഈ ഡിമാൻഡ് നിങ്ങൾക്ക് എന്തായാലും ബൈ കിട്ടേണ്ടതാണ്. ഇവിടെ ഒരു ബൈ എന്തായാലും വർക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ ഇവിടെ ബൈ നോക്കിയിട്ട് നേരത്തെ സെയിം ടാർഗറ്റ്, നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം ടാർഗറ്റിലേക്ക് ഈ ബൈ എൻട്രി നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാം. ഓക്കെ, ഇവിടെ വരെ ഹോൾഡ് ചെയ്യാം. സോ വലിയ റിസ്ക് റോഡിൽ ഹോൾഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇനി എക്സാമ്പിളായിട്ട് മാർക്കറ്റ് ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്തു, സെല്ലൊന്നും കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ സെല്ല് നോക്കണ്ട, ജസ്റ്റ് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെ ഡിമാൻഡിൽ 2 ഡിമാൻഡിൽ ഏതെങ്കിലും ഡിമാൻഡിൻ്റെ മാർക്കറ്റ് വരുമ്പോൾ ഇവിടുന്ന് സ്റ്റിൽ കൺഫർമേഷൻ ബൈ കൺഫർമേഷൻ നോക്കിയിട്ട് നേരെ ബൈ അടിക്കുക, ടോപ്പിലേക്ക് ടാർഗറ്റ് ചെയ്യുക. ഓക്കെ, സോ ഇതാണ് പ്ലാൻ. ഓക്കെ, ഇതാണ് USD CHFൻ്റെ പ്ലാന്. അപ്പം ഇതൊക്കെയാണ് ഈ 4 പെയറിൻ്റെ പ്ലാൻ ഞാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ ഈ 4 പെയറിൽ ഏതെങ്കിലുമൊക്കെ പെയർ നിങ്ങൾക്ക് എൻട്രി കിട്ടേണ്ടതാണ്. നിങ്ങൾ പ്രോപ്പറായിട്ട് മാർക്കറ്റ് വാച്ച് ചെയ്തിട്ട് ഈ പറഞ്ഞ ഏരിയയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യുക, എൻട്രി കിട്ടുമ്പോൾ എൻട്രി ചെയ്യുക. ഓക്കെ, പിന്നെ നമ്മൾ NST USDൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് നോക്കാം. NST USDയിൽ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഇപ്പോൾ മാർക്കറ്റ് ഒരു പ്രോപ്പറായിട്ടുള്ളൊരു ഏരിയ അല്ല, രണ്ടും ലിക്വിഡിറ്റി ഏരിയ ആണ്, രണ്ടും 4 ഹവറിൻ്റെ ലോയും ഹൈയും ആണ്, അല്ലെങ്കിൽ ഡേൻ്റെ ലോയും ഹൈയും ആണ്. ഓക്കെ, അപ്പോൾ ഇതിനുള്ളിലാണ് മാർക്കറ്റ് ഇപ്പോൾ ട്രേഡ് ആവുന്നത്. അപ്പോൾ എൻ്റെ രൂപം വെച്ച് മാർക്കറ്റ് താഴേക്കാണ് വരുന്നത്. താഴേക്ക് വന്നിട്ട് ഇവിടെ നിങ്ങൾക്കൊരു ഡിമാൻഡ് കാണാൻ പറ്റും. ഓക്കെ, 30 മിനിറ്റ് എടുത്ത് കാണിച്ചു തരാം. 30 മിനിറ്റ് ഒരു ഡിമാൻഡ് ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ ഈ ഡിമാൻഡിലേക്ക് മാർക്കറ്റ് വരേണ്ടതാണ്. ഓക്കെ, സോ അത് വരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി എടുക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ ഇവിടുന്ന് ഡയറക്റ്റ് വന്നിട്ട് ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് ഇവിടുന്ന് മാർക്കറ്റ് നേരെ എന്താവണം, ബൈ ആവണം. ഓക്കെ, സോ ഇതാണ് പ്ലാന്, നേരെ മുകളിലേക്ക് ബൈ ആവണം. ഓക്കെ, സോ ഇതൊരു പ്ലാനാണ്. അല്ലാതെ പ്ലാൻ എന്ന് പറയുമ്പോൾ നമുക്ക് 50 മിനിറ്റിൽ ഇതിലിപ്പോൾ സപ്ലൈ എന്ന് പറയാൻ സപ്ലൈ ഉണ്ട്, ഇവിടെ നമുക്ക് സപ്ലൈ കാണാൻ പറ്റും.
ഓക്കെ, ഇത് വർക്കാവുന്നുള്ള കാര്യം അറിയില്ല, നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. നമ്മളിതിൽ സെഷൻസ് എടുക്കാൻ നമുക്ക് കാണാൻ പറ്റും. ഈ ഒരു ഏഷ്യ ഹൈൻ്റെ ഫോണാണ് ഈ സപ്ലൈ വരുന്നത്. അപ്പോൾ ഏഷ്യ ഹൈ മാർക്കറ്റ് എടുത്തിട്ട് ലണ്ടനിൽ മേ ബി അല്ലെങ്കിൽ ന്യൂയോർക്കിൽ മേ ബി ഈ ഒരു സപ്ലൈയിൽ നിന്ന് ചെറിയൊരു സെൽ മൊമെൻറ്റം കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ബൈ നോക്കുകയാണെങ്കിൽ ബൈ ഒന്നും കാണുന്നില്ല. സോ ബൈ ഒരു പ്രോപ്പർ ഡിമാൻഡ് പോലും ഇല്ല മാർക്കറ്റിൽ. ഓക്കെ, സോ ആകപ്പാടുള്ള ഡിമാൻഡ് ചെയ്യാൻ ആ താഴെ മാർക്ക് ചെയ്ത ഈ ഒരു ഡിമാൻഡ് മാത്രമാണ്. ഓക്കെ, സോ ഈ ഒരു ലൈൻ ഒരു 60.070, അതുപോലെ 59,972 എന്ന് പറഞ്ഞ ഈ റേഞ്ചിൽ മാർക്കറ്റ് വരുമ്പോൾ ഇവിടെ നിന്നൊരു ബൈ കിട്ടേണ്ടതാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ബൈ ചെയ്യാം. ഓക്കെ, സോ ഇതാണ് പ്രോപ്പർ പ്ലാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്ലാൻ നിങ്ങൾ ഫോളോ ചെയ്യുക, എന്നിട്ട് നോക്കുക. പിന്നെ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇപ്പോൾ മാർക്കറ്റ് നേരെ മുകളിലേക്ക് പോയി ഈ സപ്ലൈ ബ്രേക്ക് ചെയ്ത് ഈ ഒരു ഹൈ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ നിങ്ങൾക്ക് സെറ്റപ്പ് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് നേരെ ഈ ഡിമാൻഡിലേക്ക് സെല് ചെയ്യാം. ഓക്കെ, സോ കാരണം ഇവിടെ നിങ്ങൾക്ക് ചെറിയൊരു സപ്ലൈ ഉണ്ട്. സോ ഇവിടെ കാണാൻ പറ്റും നിങ്ങൾക്ക് ചെറിയൊരു പോയിന്റ് ഓഫ് ഇൻട്രസ്റ്റിലൊക്കെ സപ്ലൈ എന്ന് പറയാം. ഇവിടെ ചെറിയ സപ്ലൈ ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ മാർക്കറ്റ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെല് ചെയ്യാം. ഓക്കെ, സോ ഈ 2 സെൽ സെറ്റപ്പ് നോക്കുക. ഇതാണ് ഇപ്പോൾ എക്സ്പെക്ട് ചെയ്യുന്ന പ്ലാന് NST USDയിൽ. അപ്പം നിങ്ങൾക്ക് യൂറോ തന്നെ എൻട്രി നോക്കാൻ പാടുള്ളൂ, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് പല പേരിലും നോക്കാം. ചിലപ്പോൾ യൂറോയിലും ഗോൾഡിലും എൻട്രി കിട്ടിയില്ലെന്ന് വരും. ഓക്കെ, അപ്പോൾ കിട്ടുന്ന പേരിൽ പ്രോപ്പർ എൻട്രി ആണെങ്കിൽ എൻട്രി എടുക്കുക, പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ് ചെയ്യാൻ എൻ്റർ ആവുക. ഓക്കെ, അപ്പോൾ അതാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് പറഞ്ഞ 5 പേർ. സോ 5 പേരിലും ഏതിനൊക്കെ എൻട്രി കിട്ടേണ്ടതാണ് ചെക്ക് ചെയ്ത് നോക്കുക എല്ലാവരും. സോ അപ്പോൾ ഇന്നത്തെ ഇവിടെ ഇത്രേ ഉള്ളൂ. അപ്പോൾ നാളെ ഇതിനെ ബാക്കി കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ട് മറ്റൊരു വീഡിയോ ചെയ്യാം. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ബൈ ഫ്രണ്ട്സ്.